കഴിഞ്ഞ ദിവസമായിരുന്നു നടനായ മനോജ് കെ ജയൻ്റെ പിതാവും മലയാള സിനിമയിലൊരു അതുല്യ കലാകാരനും കൂടിയായ KG ജയൻ അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ തൃപ്പൂണിത്തുറയിലെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു മരണം സംഭവിച്ചത്. ഇപ്പോൾ നിരവധി പേർ എത്തിയിരിക്കുന്ന ചടങ്ങിൽ എല്ലാവരും നോക്കുന്നത് മനോജ് കെ ജയൻ്റെ ഭാര്യയുടെ നിയന്ത്രണം വിട്ട കരച്ചിൽ തന്നെയാണ്. അഭിനയമാണോ എന്ന് ചോദിച്ചുകൊണ്ടും ഓവർ ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും നിരവധി പേർ ഈ വീഡിയോയിന് താഴെ അധിക്ഷേപവുമായി എത്തുന്നുണ്ട്. ആശ നിലവിളിച്ച് കരയുന്ന വീഡിയോയ്ക്ക് താഴെ ആശയ്ക്കെതിരെയുള്ള കമൻറ്റുകളാണ് ഭൂരിഭാഗവും വരുന്നത്. മനോജിൻ്റെ അച്ഛൻ്റെ മൃതദേഹത്തിനരികെ സംഭവിച്ച വിശദാംശങ്ങളെക്കുറിച്ചാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത്രയും കരയേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് പ്രേക്ഷകർ ചോദിക്കുമ്പോഴും ആശയുടെ അവസ്ഥയെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. ആശ അങ്ങനെ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം വേദനയുണ്ടായിരിക്കും. ഒരിക്കലും അത് സാധാരണ ഒരു മരണമല്ല. കാരണം അച്ഛനും മക്കളുമൊക്കെ തിരക്കായിരുന്ന സമയം ആശയായിരുന്നു ആ വീട്ടിൽ ഒറ്റയ്ക്കുണ്ടായിരുന്നത്. പിന്നീട് മക്കൾക്ക് നല്ല തിരക്കായപ്പോഴേക്കും ആശയും വീണ്ടും ആ വീട്ടിൽ ഒറ്റയ്ക്കായി. അപ്പോൾ അച്ഛനും മകളും മാത്രമായി. ഒരു മരുമകൾ എന്ന നിലയിലല്ല ആ പിതാവ് മകളെ കണ്ടിരുന്നത്. അത്രമാത്രം സ്നേഹമായിരുന്നു KG ജയനും തമ്മിലുണ്ടായിരുന്നത്. നിരവധി കാര്യങ്ങൾ ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഇവർ തമ്മിലൊരു പിതൃവാത്സല്യത്തോടെയായിരുന്നു ജീവിച്ചിരുന്നതുമൊക്കെ. അതുകൊണ്ടാണ് ആശയ്ക്ക് ആശയുടെ പിതാവിനെ പോലെ വളരെയധികം വേണ്ടപ്പെട്ട മനുഷ്യനായി മനോജിൻ്റെ അച്ഛനും മാറിയത്. ആ നിലവിളിയാണ് നമ്മൾ കണ്ടത്. ഇവർ തമ്മിലായിരുന്നു കൂടുതൽ സമയം അടുപ്പമായിരുന്നത്. ഇവർ തമ്മിലായിരുന്നു എല്ലാ കഥകളും രസിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛൻ ഇടവേളകളിൽ പാട്ട് പാടുമ്പോൾ ആശ അതിനനുസരിച്ച് നൃത്തമാടാറുണ്ട്. അതുപോലെ കൂടെ പാടാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. കുറച്ചു കാലം മാത്രമാണ് മനോജ് കെ ജയനും മക്കളും ഭാര്യയുമായി UK സെറ്റിലായി തുടങ്ങിയിട്ട്. അതിനു മുൻപ് വരെയും ആശ ഇവിടെ തന്നെയായിരുന്നു. മനോജ് കെ ജയൻ സിനിമകളിലും ഷോകളിലുമായി തിരക്കിൽ നിൽക്കുമ്പോഴും ആശ അച്ഛനോടൊപ്പം തന്നെ നിന്ന് അച്ഛനെ ശുശ്രൂഷിക്കുമായിരുന്നു. അഭിനയമല്ല എന്ന് ഉറപ്പാണ്. ആശയുടെ നിയന്ത്രണം വിട്ട കരച്ചിൽ എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട്. മനോജിൻ്റെ അച്ഛൻ്റെ മൃതദേഹത്തിനരികിൽ സംഭവിച്ച ഈ കാഴ്ചയാണ് എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്നത്. നിരവധി പേരാണ് ഇത് അഭിനയമാണെന്നും ഓവർ ആക്ടിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്. എന്നാൽ അങ്ങനെ അധിക്ഷേപിക്കാൻ മാത്രം ഇതിലൊന്നുമില്ല എന്നും അത് സത്യസന്ധമായ കാര്യമാണെന്നും അടുത്തുള്ളവർക്ക് നന്നായി അവരെക്കുറിച്ച് അറിയാമെന്നും പറയുന്നു. പ്രേക്ഷകരൊക്കെ തന്നെയും ഈ വീഡിയോ കണ്ട ആശയുടെ കരച്ചിലാണോ എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നു. പെട്ടെന്ന് മനോജിനെ കണ്ടതും കെട്ടിപ്പിടിക്കുകയായിരുന്നു. അതിനുശേഷം കുളിച്ചൊരുങ്ങി സിന്ദൂരമൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്ന ആശയെ കണ്ടപ്പോൾ മറ്റൊരാളെ പോലെ തോന്നി. ആദ്യം സിന്ദൂരമൊന്നുമില്ലാതെ ഒന്ന് കുളിക്കുകയോ വസ്ത്രം മാറ്റാതെയോ ആയിരുന്നു ഇറങ്ങി വന്ന ഉടനെ. എന്നാൽ അതിനുശേഷം ഇതെല്ലാം സംഭവിച്ചപ്പോൾ വീണ്ടും മാറി. എന്നാണ് ആളുകൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നും ആശ കാണിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല എന്നൊക്കെ നിരവധി പേർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആശയുടെ കരച്ചിലെല്ലാം സത്യമാണ്. കാരണം ആശയുടെ അച്ഛനെപ്പോലെ ആശ കണ്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വയ്യാതിരുന്ന സമയത്തും വീട്ടിലുണ്ടായിരുന്ന സമയത്തുമൊക്കെ ആശ തന്നെയാണ് ശുശ്രൂഷിച്ചത്. അത്രമാത്രം കൂടെയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മകളായും മരുമകളായും ഒക്കെ കൂടെയുണ്ടായിരുന്നു. മക്കളും മരുമക്കളുമൊക്കെ തിരക്കിലായപ്പോൾ ആശ മാത്രമായിരുന്നു ആകെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ നിലവിളിയാണ്. ഇപ്പോൾ അടുത്തില്ലാത്ത സമയം ആശയ്ക്കൊന്ന് ഓടിയെത്താൻ പോലും പറ്റാതെ എടുത്ത് ദൂരത്തേക്ക് അച്ഛൻ പോയല്ലോ എന്ന ദുഃഖം തന്നെയാണ് ആശയെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.